ഹായ് കൂട്ടുകാരെ, സന്തോഷ് സൗമ്യ ഓപ്ഷൻ എന്ന നമ്മുടെ പുതിയൊരു പാചക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങും മുട്ടയും ചേർത്തുള്ള ഒരു സ്റ്റൂ. എന്താ പറയുക, അപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിനാദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ട് മൂപ്പിച്ചു. അതിലേക്ക് നമ്മൾ സബോള എടുത്തിട്ടുണ്ട്. ഈ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു പൊടി ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. കാരണം നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും ധൃതിയായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പാടായിട്ട് എനിക്കൊക്കെ തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സബോള വഴറ്റുക എന്നുള്ളത്. കാരണം പെട്ടെന്ന് അതങ്ങോട്ട് ചിലപ്പോൾ സെറ്റാവില്ല, ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വേഗം ഒന്ന് വഴന്ന് കിട്ടും. എന്തായാലും ഞാനത് വഴറ്റിയെടുത്തു. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്തു. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നോടം വരെ നന്നായിട്ടതൊന്ന് ഇളക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് പൊന്നൂസ് ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അറിയാമല്ലോ, ക്യാമറാമാൻ നമ്മുടെ പൊന്നൂട്ടനാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ നാടൻ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ പെരുംജീരകവും ഗ്രാമ്പുവും ഏലക്കയും പട്ടയെല്ലാം ഉള്ള നമ്മൾ സെപ്പറേറ്റ് കിട്ടുന്നുണ്ടല്ലോ, അത് ഞാൻ വീട്ടിൽ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്ന സംഭവമാണ്. അത് ചേർത്തു. ശകലം തിളച്ച വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ അതൊരു കുക്കറിലേക്കാക്കി 2 വിസിലടിച്ച് നമുക്കിത് താത്ത് വെക്കാൻ പരുവത്തിൽ. എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കുക്കറിലാക്കി 2 വിസിലടിക്കാൻ വേണ്ടി ഗ്യാസ് വെച്ചിരുന്നു. ദാണ്ടെ സെറ്റായി. ഇതിനു മുമ്പ് ഞാനിതൊന്ന് തുറന്ന് ആ തവി വെച്ചതിൻ്റെ 2-3 കിഴങ്ങ് കഷ്ണമൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഞാൻ കിഴങ്ങ് കറി വെച്ചാലും ശരി, കടല കറി വെച്ചാലും ശരി, അതിനകത്ത് കുറച്ച് പീസ് എടുത്ത് മാറ്റി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ചേർത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. കാരണം അതൊന്നേരം ഒരു തിക്നെസ് ആവാൻ വേണ്ടിയാണ്. പിന്നീട് ഞാൻ ശകലം തേങ്ങാപ്പാൽ ഒഴിച്ചു. കറിവേപ്പില, നിങ്ങൾക്കറിയാമല്ലോ, ഏത് കറിക്കും എനിക്ക് കറിവേപ്പില മസ്റ്റാണ്. പക്ഷേ ഇത് ശകലം വാടിപ്പോയി, എന്നാലും ഞാനത് പെറുക്കിയിട്ടു. ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയതും അതിനകത്ത് ചേർത്തു. ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് ദാണ്ടെ നല്ല വെള്ളയപ്പം, കോട്ടയം സ്റ്റൈലിൽ നമ്മൾ ജീരകവും കൊച്ചുള്ളിയൊക്കെ അരച്ച് ചേർത്ത വെള്ളയപ്പം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു മുട്ടയും ശകലം കറിയൊക്കെ എടുത്തു ഒഴിച്ചു. കഴിച്ചേക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട. എന്നും വൈകിട്ട് 7 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഞങ്ങൾ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങ് പോരണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.